ഹായ് ഗായ്സ്, എനിക്ക് പി എസ് സിയുടെ ഒരു എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയാവാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുളിച്ചിട്ടില്ല, പല്ലേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ എണീച്ചിട്ട് ഡ്രസ്സ് നോക്കിയപ്പം എൻ്റെ ചുരിദാർ കീറിയിരിക്കുന്നത് കണ്ടത്. ഇതൊരു പഴയ ചുരിദാറാണ് കേട്ടോ. കീറിയതൊന്നും ഞാൻ നേരത്തെ കണ്ടിട്ടേ ഉണ്ട്. ചിലപ്പോൾ അലക്കുമ്പോൾ എങ്ങാനും കീറിപ്പോയതായിരിക്കും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അത് തുന്നി റെഡിയാക്കിയിട്ട് വേണം ബാക്കി പണികൾ എനിക്ക് നോക്കാൻ. കുറച്ച് എന്തെങ്കിലും എടുത്ത് നോക്കണം. ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ആകെ പി എസ് സിൻ്റെ എക്സാമാണല്ലോ. അപ്പോൾ വേറെ ഒന്നും ഞാൻ പഠിച്ചില്ല. ആകെ മലയാളത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്തായാലും പോയി നോക്കാം, എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണിപ്പോൾ. അതിനിടയ്ക്ക് തണുപ്പ് കാരണം ജലദോഷം വന്നിട്ട് എനിക്കുണ്ടല്ലോ, ഈ ജലദോഷം വന്ന ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വോയിസ് കേൾക്കുമ്പോൾ അങ്ങനെ അറിയുണ്ടാവില്ല, പക്ഷേ എനിക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് മൂക്കും കൊണ്ടൊക്കെ സംസാരിക്കൂലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് അടഞ്ഞ സൗണ്ട്. അങ്ങനെ ഒരു 9 മണിയൊക്കെ 9-10 മണി, എനിക്ക് ഓർമ്മയില്ല ഇത്. കാരണം ഇത് എക്സാം 6-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു. എത്ര മണിക്കാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, റെഡിയാവണം. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും റെഡിയാവുന്നില്ല. സൺസ്ക്രീൻ ഇടണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ, ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കാണുന്നുണ്ടാവില്ല, ഒരു വെള്ള പാടുകൾ അവിടെ കാണുന്നുണ്ടോ. അത് എന്തോ മറ്റേ ഡോക്ടറിനെ കാണിക്കാനായിട്ട് പോയപ്പം ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഉള്ളടയ്ക്ക് ഭയങ്കര ചൂടല്ലായിരുന്നോ. അപ്പോൾ ആ ചൂട് സഹിക്കാൻ വയ്യാണ്ട് വന്നതാണ്. എനിക്ക് അവിടെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴുത്തിൻ്റെ സൈഡ്, നെറ്റീൻ്റെ അവിടെ എല്ലാവിടെയും എനിക്ക് വെള്ള നല്ല പാടുണ്ടായിരുന്നു. ഈ സൺസ്ക്രീൻ തേച്ചപ്പോൾ എനിക്ക് ഇത്തിരി കുറവുണ്ട്. ഞാൻ ഭയങ്കര പിശുക്കിയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ സൺസ്ക്രീനിൻ്റെ വില കാരണം എത്രയോ 900 സംതിങ് ആണ്. അയ്യോ, അത്രയും വിലയുള്ളതുകൊണ്ട് ഞാൻ ആകെ സാധാരണ സൺസ്ക്രീനൊക്കെ തേക്കേണ്ടത് 3 ഫിംഗർ റൂളിൽ അങ്ങനെ എങ്ങാണ്ടല്ലേ തേക്കേണ്ടത്. എനിക്ക് അത്ര എടുക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനി ഒരു വർഷം ഓടിക്കണം ഇതും കൊണ്ട്. അതുകൊണ്ട് കുറച്ചെടുത്ത് എല്ലാവിടെയും തേച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി വരുന്നത് ഞാൻ കയ്യിലും തേക്കും, അത് വേറെ കാര്യം. ഇതിട്ടപ്പോൾ ഭയങ്കര കുറവുണ്ട് കേട്ടോ. നല്ലോണം എനിക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി, നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇടാതെ പോകാൻ പറ്റൂല കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഫാനിൻ്റെ താഴെ നിന്ന് നല്ലോണം ഉണക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കണ്ണെഴുതാം. നൈസായിട്ട് കണ്ണെഴുതണം. അതെനിക്കിങ്ങനെ ഒറ്റക്കൈ കൊണ്ട് എഴുതാൻ കിട്ടുന്നില്ല, പക്ഷേ വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ വേറൊരു കണ്ണാടി എടുത്ത് വെച്ചതാണ്. ഞാൻ എന്നിട്ട് വേറെ സ്ഥലത്ത് ഇന്ന് എഴുതിയിട്ട് വന്ന കേട്ടോ. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക്. നിങ്ങൾ എൻ്റെ ലിപ്പ് ലൈനർ കാണുന്നുണ്ടോ? ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ലിപ്പ് ലൈനർ ഭയങ്കര ചെറുതാണ്. അത് അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞോ ദൈവത്തിനറിയാം. അതിന് ഡേറ്റ് ഉണ്ടോ എന്തോ ഇനി ഒന്നും കാണില്ല. നല്ല ഇത് ലിപ്പ് ലൈനർ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഏതിൻ്റെ ആണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു, ലിപ്പ് ലൈനർ ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ട് വെച്ചു. നമ്മൾ ഇത്രയേ ഒരുങ്ങുന്നുള്ളൂ. പിന്നെ മസ്കാര ഇടുന്നുണ്ട് കേട്ടോ. അന്ന് കണ്ണിത്തിരി തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മസ്കാര ഇട്ടു. മുടിയാണ് എൻ്റെ മെയിൻ സീന്. മുടി എങ്ങനെ കിട്ടലേക്ക് ആകെ കുറച്ചിലുള്ളൂ. നെറ്റിയാണെങ്കിൽ അങ്ങേ അറ്റത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് മുടി എങ്ങനെ കിട്ടിയാലും രസം ഉണ്ടാവില്ല. അതിനിടയ്ക്ക് കറക്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ടും പോയി. റെഡിയായി കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് സമാധാനമായി. ഞാൻ ഇരുട്ടത്ത് നിന്നിട്ടാണ് ബാക്കി റെഡിയാവാൻ പോകുന്നത് കേട്ടോ. റെഡിയാവാനൊന്നുമില്ല. ഇനി കമ്മലിടണം, വാച്ച് കെട്ടണം, ചന്ദനം തൊടണം, ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. ഇതാണ് ഞാൻ ഇടുന്ന കമ്മൽ. ഇതെൻ്റെ അനിയത്തിൻ്റെ കമ്മലാട്ടോ, കുഞ്ഞി കമ്മൽ. ഞാനൊരു ജീവനില്ലാത്ത പോലെയല്ലേ സംസാരിക്കുന്നത്. ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് ഈ സൗണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സൗന്ദര്യം കുറച്ച് സമയം ആസ്വദിച്ചു. വേറെ ആരും ആസ്വദിക്കാനില്ലല്ലോ, അപ്പോൾ നമ്മൾ തന്നെ കുറേ സമയം നിന്ന് ആസ്വദിക്കണം. കണ്ണാടിൻ്റെ മുന്നിൽ ഇരുട്ടാണെങ്കിൽ ടോർച്ചടിച്ച് ആസ്വദിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഴ ഇത്തിരി കുറവുണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. രാവിലെ അത്യാവശ്യം കുറവുണ്ട്. പിന്നെ കഴിക്കാൻ മുരിങ്ങ ഇലയില്ലേ, ആ ഇലയുടെ തോരനും ഉണ്ടായിരുന്നു. പിന്നെ വേറെ കറി ഇല്ലാത്തതുകൊണ്ട് നെയ്യ് ഒഴിച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ 2 കുട്ടാപ്പികൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ടാൾക്കും ഫുഡ് കൊടുക്കണമല്ലോ. കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് എടുത്തു, ഒരു മുട്ടയൊക്കെ പൊരിച്ചതിലിട്ട് കൊടുത്തു 2 ആൾക്കും. അങ്ങനെ അവരുടെ പണി കഴിഞ്ഞു. ഇനി എനിക്ക് ഇറങ്ങാൻ നല്ല ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം. മലയാളം എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുകൂടെ എടുത്ത് നോക്കണം വിചാരിച്ചു. അത് നടന്നില്ല. ഇതെൻ്റെ കുട്ടാപ്പിട്ടോ. അവന് കൂട് രസമില്ല. അവന് കൂടൊന്ന് ശരിയാക്കാനുണ്ട്. മഴ നനയുണ്ടെന്ന് തോന്നുന്നുണ്ട് അവന്.
അങ്ങനെ ഞാൻ സമയമായപ്പോൾ ഇറങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ വഴിയാണ്. എനിക്ക് ഇങ്ങനെ കണ്ട ഷെയ്ക്കാവണം, അങ്ങനെ ആവാണ്ട് എടുക്കാൻ കഴിയുന്നില്ല, കാരണം ആ ചെളി കൂടെ നടക്കണോണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് നടന്ന് കരയ്ക്ക് കയറണം. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, പേടിയില്ലേന്ന് ചോദിച്ചാൽ പേടിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം പഠിച്ചിട്ടുള്ളവർക്കല്ലേ പേടി ഉണ്ടാവുള്ളൂ. ഭാഗ്യത്തിന് ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, എന്താ നനയില്ല. ഞാൻ മാല ഇടാൻ മറന്നു ഗൈസ്, മാല ഞാൻ മറന്നുപോയി. ഷെടോ, ഞാനുണ്ടല്ലോ ഗൈസ്, എന്താണ്, ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടാ. ഞാൻ ജീൻസൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രോവേർട്ടാവും, കുറച്ച്. അതെന്താണ് അങ്ങനെ എനിക്കറിയില്ല. ജീൻ ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടാവും. പക്ഷേ ആകെ 2 മുട്ടുള്ളൂ, അതും കൂടെ നേരെ നിൽക്കുന്നില്ല. പിടിച്ചിക്കാലെ, എങ്ങനെ പിടിച്ചിട്ടിക്കാലെ. പക്ഷേ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാനൊരു ലേശം ഇൻട്രോവേർട്ടാവും. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ആ ഒറ്റമൈനിനെ കണ്ടോ? എല്ലാവരും കാണുമോ? വീഡിയോ എന്തായാലും കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. കാണുന്നവരെല്ലാവരും കണ്ടോ? അതാ ഒറ്റമൈന. കണ്ട. എൻ്റെ ഈ വഴിയുണ്ടല്ലോ, ഇത് രാവിലെ സമയത്തും നല്ല വൈകുന്നേര സമയത്തൊക്കെ ഈ വഴി കൂടെ നടക്കാൻ നല്ല രസമാട്ടോ. നല്ല കാറ്റുണ്ടാവും, പിന്നെ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് കാണാൻ പറ്റും. അപ്പോഴത്തേക്കും ഞാൻ മെല്ലെ നടന്ന് വരുമ്പോഴത്തേക്കും കരിങ്കുളം എത്തി. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഞങ്ങളുടെ ഈ ബസ്സിൽ പാട്ടും കേട്ടാണ്. ഇതാണ് ചിറ്റൂർ കോളേജ്. ഇവിടെയാണ് എനിക്ക് എക്സാം നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇൻട്രോവേർട്ട് ആവും ചുരിദാർ ഇട്ടാന്ന്. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ ഫോൺ കയ്യിലെടുക്കില്ല. അതെൻ്റെ വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കയ്യിലെടുക്കാതെ അവിടുത്തെ വീഡിയോസ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഈ ഹാൾ ടിക്കറ്റ് ഞാൻ കാണിക്കുന്നത് തിരിച്ച് എൻ്റെ എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ബസ്സിൽ നിന്ന് എടുത്തതാണ്. ഹാൾ ടിക്കറ്റും എക്സാം പേപ്പറും കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറും. മറ്റുള്ളവരെ കാണുമ്പോൾ ഫോൺ എടുക്കാനുള്ള മടി മാറ്റിയാൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ, സത്യം പറയാലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുക്കാൽ വീഡിയോസും എടുക്കാണ്ടിരിക്കണത്. ഇത് നോക്കുമോ, കൊല്ലങ്കോട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവും, അതെനിക്ക് കാണിച്ചു തരാം. അതാ കണ്ട ക്ഷേത്രം, ദേവിയുടെ ക്ഷേത്രം. അങ്ങനെ കൊല്ലങ്കോട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് അടുത്താട്ടോ. കൊല്ലങ്കോട് എത്തിക്കഴിഞ്ഞാൽ ചടപടേന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എലവഞ്ചേരി എത്തും. സത്യത്തിൽ എക്സാമിന് പോയി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് വീഡിയോസിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഫോൺ എടുക്കാനുള്ള മടി കാരണം ഞാൻ അങ്ങനെ എടുക്കാണ്ടായത്. അപ്പോൾ ശരി, ഈ മടിയൊക്കെ മാറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിടാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ. ഇതാണ് എൻ്റെ വീടിൻ്റെ സ്ഥലം, കണ്ടോളൂ, ടാറ്റാ.